പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണിൽ വിവിധ തസ്തികകളിൽ ജോലി നേടാനുള്ള അവസരം വീണ്ടും ഒരുക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പള സ്കെയിൽ, സെലക്ഷൻ പ്രോസസ് തുടങ്ങിയ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ആവശ്യമായ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തസ്തികകൾ ഇവിടെ വിശദീകരിക്കുന്നു. വീഡിയോ മുഴുവനായി കാണുക. കൂടാതെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ അവസരം ലഭിച്ച തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് എഞ്ചിനീയർ തസ്തികയാണ്. ഈ ഒരു എഞ്ചിനീയർ തസ്തികയുടെ നമ്പർ ഓഫ് വാക്കൻസീസ് ആയിട്ട് വരുന്നത് 6 ആണ്. ജോബ് ലൊക്കേഷൻ ആയിട്ട് പറയുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോബ് ലഭ്യമാണ്. ഈ എഞ്ചിനീയർ തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ബിടെക് അല്ലെങ്കിൽ ബി ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ ഇക്വാലന്റ് വിത്ത് 60% മാർക്ക് ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പറയുന്ന യോഗ്യതയുള്ളവർക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ആണ്. അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഓർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നാണ്. അത് 1 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഈ ഒരു തസ്തികയുടെ ശമ്പള സ്കെയിലായിട്ട് പറയുന്നത് 21,000 മുതൽ 27,500 രൂപ വരെയാണ്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ പ്രായപരിധി എന്ന് പറയുന്നത് 36 വയസ്സ് വരെയാണ്. 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് നടത്തുന്നത്. ഇത് വീണ്ടും 2 വർഷത്തിലേക്ക് നീട്ടാനുള്ള സാധ്യതയുമുണ്ട്. അടുത്ത തസ്തികയായിട്ട് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ്. അതിലെ നമ്പർ ഓഫ് വാക്കൻസീസ് ആയിട്ട് വരുന്നത് 6 വാക്കൻസി ആണ്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജോബ് ലഭ്യമാണ്. ഈ ഒരു തസ്തികയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയെന്ന് നോക്കാം. 3 വർഷത്തെ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിൻ്റനൻസ് ആണ്. ഇതുകൂടാതെ 60% മാർക്കും ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. അടുത്തത് എക്സ്പീരിയൻസ് നോക്കാം. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു തസ്തികയിൽ ലഭ്യമാകുന്ന ശമ്പളമായിട്ട് പറയുന്നത് 20,000 മുതൽ 21,000 വരെയാണ്. അടുത്തത് ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെ ഇതിന് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഈ ഒരു തസ്തികയ്ക്കും 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. മാക്സിമം 2 വർഷത്തിലോട്ട് നീട്ടാനുള്ള ചാൻസസും പറയുന്നുണ്ട്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഫീസായിട്ട് വരുന്നത് 300 രൂപയാണ്. SC/ST ഭാഗങ്ങൾക്ക് ഫ്രീ ആണ്. അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഈടാക്കുന്നതല്ല. ഇനി ഈ തസ്തികയിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപേക്ഷകർക്കനുസരിച്ച് റിട്ടേൺ ടെസ്റ്റ്, ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങിയവയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും. ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് കെൽട്രോൺ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ്. ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറയുന്നത് 2026 ഫെബ്രുവരി 26 ആണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ട് കെൽട്രോൺ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു അവസരം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ ഈ ഒരു ഇൻഫർമേഷൻ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ ജോലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.